നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കി പോകുന്നത് സേമിയ പായസമാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ സേമിയ സ്റ്റിക്കുകൾ, പിന്നെ പഞ്ചസാര, പിന്നെ നെയ്യ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ്, പിന്നെ ഏലക്ക, പിന്നെ കിസ്മിസ്, പിന്നെ കാഷ്നട്ട് അണ്ടിപ്പരിപ്പ്, പിന്നെ ചൂടാക്കിയ പാൽ. ആദ്യം നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ട ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് കുറച്ച് ആവശ്യമായിട്ടുള്ള ഗീ, കഴിയുന്നത് കുറച്ച് കൂടുതൽ ഒഴിക്കാൻ നോക്കുക. പായസത്തിൽ മിക്കവാറും ഗീയൊക്കെ കൂടുതലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ കേരളൈറ്റ്സ്. അതിനുവേണ്ടി ഗീ എല്ലാം കുറച്ചൊന്ന് ചൂടാക്കുക. അതിലിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിസ്മിസും കാഷ്നട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി കിസ്മിസ് ഇടുക. കിസ്മിസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും അതൊരു ചെറിയൊരു കുട്ടി ബോൾ പോലെ ആവുന്ന പോലെ. എന്നിട്ട് അത് ജസ്റ്റ് കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് തന്നെ നമ്മുടെ കാഷ്നട്ടും ഫ്രൈ ചെയ്യാൻ നോക്കുക. കാഷ്നട്ട് ഇടുക. കാഷ്നട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചൂടായിട്ടുള്ള ഗീയിലോട്ട് നമ്മുടെ സേമിയ സ്റ്റിക്ക് അതിടുക. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ യെല്ലോയിഷ് ബ്രൗൺ കളർ ആകുമ്പം അതിലേക്ക് നമ്മുടെ തിളപ്പിച്ച പാലൊഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സേമിയ പായസം ഫുള്ള് ഇതിലാണ് ഇരിക്കുന്നത്, നമ്മുടെ ഇളക്കിലാണ് ഇരിക്കുന്നത്. ഫുള്ള് നന്നായിട്ടൊന്ന് ഇളക്കുക. നല്ല രീതിയിൽ ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പാത്രം കൊണ്ട് കുറച്ച് നേരത്തേക്ക് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് മതിയാകും. കഴിയുന്നത് തിളച്ച് കളയാത്ത രീതിയിൽ നോക്കുക. നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും, അതിനനുസരിച്ച് നോക്കുക. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇടുക. പഞ്ചസാര ആവശ്യത്തിന് ഇട്ടാൽ മതിയാവും. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും സേമിയ സ്റ്റിക്കുകൾ നന്നായിട്ടൊന്ന് വെന്തൊന്ന് നോക്കുക. ജസ്റ്റ് നമ്മൾ സ്പൂൺ വെച്ച് എടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് കൈയിട്ട് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പിരിക്കുന്നതെല്ലാം നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് അത് കഴിക്കാൻ പറ്റുന്ന പാകമായോ എന്ന് നോക്കുക. അതായെങ്കിൽ അതിലേക്ക് നമ്മുടെ ഏലക്ക ഇടുക. പൊടിച്ച ഏലക്കയാണ് ഇടുന്നത്, മുഴുവനായിട്ടല്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പൊടിച്ച ഏലക്ക ഇടുക. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് അതൊഴിക്കുക. അത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാകും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അവസാനം നന്നായിട്ട് നന്നായിട്ട് തിളച്ച് നല്ല കഴിക്കാനുള്ള പാകമാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ കിസ്മിസും കാഷ്നട്ടും ഇടുക. എന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്.
Thank you for watching and please do subscribe guys. Thank you.